അപ്പോൾ സീൻ ഈഗിൾ ഇന്ന് പോസ്റ്റ് ചെയ്ത വീഡിയോ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈഗിൾ സ്റ്റോറിയിൽ ഇതേപോലെ ഒരു ചങ്ങാതിൻ്റെ ഫോട്ടോവും പിന്നെ കുറച്ച് വോയിസും പിന്നെ ചാറ്റിൻ്റെ സ്ക്രീനൊക്കെ ഇട്ടിട്ടുണ്ട്. ഈഗിൾ മാത്രമല്ല ഈഗിളിൻ്റെ മോഡറേറ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെ അത് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ കൊച്ചിയിലായിരുന്നു, എനിക്ക് ക്രിയേറ്റേഴ്സ് ടീമിൻ്റെ മാച്ച് ഉണ്ടായിരുന്നു. സോ ഞാനും ഈഗിളൊക്കെ ഒരു ടീമിലാണ് കളിക്കുന്നത്. എനിക്ക് കാര്യങ്ങൾ അറിയാം കംപ്ലീറ്റ്ലി. ലൈക്ക് ഈഗിളിൻ്റെ ഫോണിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ഈ ചങ്ങാതിൻ്റെ കോൾ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടതാണ്. അപ്പോൾ ഈ വീഡിയോ വന്നത് മുതൽ ഒരുപാട് പേര് എനിക്ക് ഈഗിളിൻ്റെ വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊന്നും ഇങ്ങനെ ഒന്ന് ഒതുങ്ങിയിട്ട് ചെയ്യാലോ, കുറച്ചധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ സംസാരിക്കാനുണ്ട്. കാരണം ഈ ചങ്ങായി പറയുന്നത് ഈഗിള് കഴിഞ്ഞ വട്ടം വീഡിയോ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ സമയത്ത് ഈഗിളുടെ സ്റ്റോറിയിൽ ഒരു വീഡിയോ ഇട്ടു. അതിനുശേഷം ലൈവിൽ ഈഗിള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ ഇവനെ മാനസിക രോഗി എന്ന് വിളിച്ചു. ഓക്കെ, ഞാൻ ഇങ്ങനെ ഭ്രാന്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ കെട്ടിയിടണം അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ദേഷ്യം വന്നു ഇവന്, അതുകൊണ്ട് ഇവൻ ഈഗിളുടെ വീട്ടുകാർക്ക് നേരെ തിരിഞ്ഞു എന്നൊക്കെയാണ്. എടാ ഉളുപ്പില്ലാത്ത നാറി, അതായത് ഈ ഈഗിള് ആരെക്കുറിച്ചാണോ ഒന്ന് വീഡിയോ ഇട്ടെ ആ പരനാറിയോടാണ്, നീ എൻ്റെ നേരെ തിരിയടാ, നീ എന്തിനാണ് ഈഗിളുടെ വീട്ടുകാരെ നേരെ തിരിയുന്നത്? നീ എന്തിനാ ഈഗിളുടെ വീട്ടുകാരെ നിന്നെ ആ രീതിയിൽ ഞാനാണ് പറഞ്ഞതെന്നുണ്ടെങ്കിൽ നീ എൻ്റെ നേരെ തിരിയണം. അതിനുള്ള ചൊപ്പണൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ വാ, അപ്പാണെങ്കിൽ ഞാൻ ബാക്കി പറഞ്ഞുതരാം എന്താ എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിൽ ഈഗിളിട്ട വീഡിയോൻ്റെ തുടക്കത്തിൽ ഇവൻ്റെ ഒരു വോയിസ് വെച്ചിട്ടുണ്ട്. പരനാറിൻ്റെ വോയിസ് ആദ്യം കേൾക്കാം. പിന്നെ ഈഗിളിൻ്റെ കാര്യം ആദ്യം ഞാൻ വേണ്ടതുപോലെ അവനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസം അവന് കിട്ടും, അവന് കിട്ടുമോന്ന് സംശയമാണ്. ചിലപ്പോൾ എൻ്റെ കുഞ്ഞിനെ തന്നെ ചിലപ്പോൾ ഇല്ലാതായിക്കോളും ഞാൻ. ആ കുഞ്ഞ് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. ദേവൂട്ടിയല്ലേ പൊലിയാടി മോളുടെ പേര്. അത് വലുതായിട്ട് ഒരു കുണ്ണയും ഉണ്ടാക്കാൻ പോണില്ല. അപ്പോൾ തന്തയെ പോലെ വാണം വിടാൻ തന്നെ. അപ്പോൾ അതിനെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ വലിയ ഒരു കുഴപ്പമൊന്നുമില്ല അതിന്. പിന്നെ ഭാര്യ, അതിൻ്റെ കഴുത്തറുത്തിട്ട് ഞാൻ പോകും വഴിയിൽ കണ്ടു കഴിഞ്ഞാൽ. ഇവ എത്ര കാലം ഭാര്യനെ വെച്ചോണ്ട് നടക്കും? ഒരു ദിവസം ഭാര്യയുടെ അന്ത്യം എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കും പൊലയടി മോനെ ഉണ്ടച്ചി. എല്ലായിടത്തിനും ഞാൻ വെച്ചേക്കില്ല. നിന്നെ ഒന്നും പറഞ്ഞിട്ട് അറിയിക്കണ കാര്യമില്ല. നീ ഇരുന്ന് ആസ്വദിച്ച് കിട്ടേണ്ടതെല്ലാം ഞൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നിലത്തിരുന്ന് ഇങ്ങനെ ഞൊട്ടി കളിക്കേണ്ടി വരും. ഈ പറഞ്ഞ ഈ പുന്നാര മോനോടാണ് ഈ ഈകളുടെ വീട്ടിലൊന്ന് തൊട്ട് നോക്കുക. ഞാൻ എന്നോട് വീണ്ടും പറയണു, അണക്ക് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൊണ്ട് പോര് മലപ്പുറത്തേക്ക്, ഞാൻ്റെ ഇവിടെ അല്ല ഈ ഉള്ള സ്ഥലം പറ, ഞാനവിടെ പോരാം. കുടുംബത്തിൽ കയറി കളിക്കുന്നത് അത്ര നല്ല കാര്യമൊന്നുമില്ല. പിന്നെ എൻ്റെ കുടുംബത്തിൽ കയറി കളിക്കാൻ മാത്രം ഈ അല്ല ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. അന്നെ കിട്ടും, ഈ പറഞ്ഞ മാതിരി ഞങ്ങളെ വീട്ടുകാരെ കിട്ടും, ഈകളുടെ വീട്ടുകാരെ കിട്ടും, അങ്ങനത്തെ സീനൊന്നുമില്ല. എന്നോടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ അന്നെ കിട്ടും, അനക്ക് ഞങ്ങളോടാണ് പ്രശ്നം എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വരണം. അതാണല്ലോ അതിൻ്റെ സ്കീം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പുന്നാര മോനെ വന്ന കാലിൽ തിരിച്ചു പോകില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും വന്ന കാലിൽ തന്നെ തിരിച്ചു വിടില്ല. മനസ്സിലായോ? തിരിച്ച് വിടില്ല എന്ന് മാത്രമല്ല, കെട്ടിയിട്ട് 4 കാലിൽ നിർത്തിക്കും. എന്നിട്ട് അവിടുന്ന് മാപ്പ് പറയിക്കും. നല്ല പണി നമ്മളതിലുണ്ട്. അണക്കിങ്ങനെ കാണാമറയത്തിരുന്നിട്ട് ഡയലോഗ് അടിക്കാനും വീട്ടുകാരെ പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യാനും മാത്രമേ അറിയുന്നുണ്ടാവുള്ളൂ. മനസ്സിലായോ? അതിനും കൂടുതൽ അറിയില്ല. പിന്നെ വീട്ടുകാരെ പറയുമ്പോൾ പ്രൊവോക്ഡ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ എല്ലാവരും പ്രൊവോക്ഡ് ആവും. നമ്മൾ വീട്ടുകാരെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് പ്രൊവോക്ഡ് ആവുമല്ലോ. അതിൽ നിന്നൊരു ഹരം കണ്ടെത്താനാണ് ആശാൻ്റെ പരിപാടി. കഴിവില്ലാത്തവനാവുമ്പോൾ അങ്ങനെ പലതുമുണ്ട്. അങ്ങനെയല്ല, ഈ ചിലർക്ക് എന്താ പറയുക, കഴിവുണ്ടാവില്ല, ഒന്നിനും കഴിവുണ്ടാവില്ല. മിക്കിതൊക്കെ ഒരു വീഡിയോയിൽ പെരേരനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ദൈവത്തിൻ്റെ കണ്ണുപൊട്ടിച്ച് പോകുന്നതാണ്, ഒരു കഴിവും കിട്ടിയില്ല. അത് ശരിക്കും പെരേരയല്ല, അത് ഇവനെ പോലുള്ളവന്മാരാ. കമൻറ്റ് ബോക്സിൽ കിടന്ന് മെഴുകണം. പിന്നെ ഇവനൊക്കെ കഴിവുണ്ട്. എന്താ, ടെലിഗ്രാമിൽ കണ്ണ് കണ്ടവൻ്റെ വീട്ടിലെ സ്ത്രീകളെ ഫോട്ടോ എടുത്ത് വെച്ച്, കണ്ണ് കണ്ടവൻ്റെ വീട്ടിലത്തെ മാത്രമല്ല കേട്ടോ, ഇവൻ ഉണ്ടാക്കി എൻ്റെ അമ്മേൻ്റെ ഫോട്ടോ വരെ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും, കഴപ്പ് തീർത്തിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? എടാ, ഇങ്ങനത്തെ പുണ്ടകളെ പ്രശ്നം എന്താ അറിയോ, ഇവന്മാരെ അടുത്ത് പോകാൻ നമുക്ക് ഒരുമാതിരി അറപ്പ് തോന്നും. അങ്ങനത്തെ കുറേ എക്സ്ട്രീം പുണ്ടകളാണ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെയ്യുക. എല്ലാവരുടെയും ഫോട്ടോ എടുക്കുക, അത് മോർഫ് ചെയ്യുക, അത് ടെലിഗ്രാം ഗ്രൂപ്പിലിട്ട് വിൽക്കുക, സ്വയം കണ്ട് ആസ്വദിക്കുക. ലൈഫിൽ ഒരു തരത്തിലുള്ള ഗോൾസ് ഇല്ല, ഒരു തരത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല.
ഒരു ഡേ ലൈറ്റിൽ ഇറങ്ങി നടക്കുമ്പോൾ വരെ ഇത്രയും മാസ്ക് ഇട്ട് കണ്ണ് മാത്രം കാണിച്ച് നടക്കേണ്ട ഒരു ഗതികേട്. എന്ത് ജീവിതമാണ് ഇതൊക്കെ. വല്ലാത്ത ശവം. ഇനി ഇതിൻ്റെയൊക്കെ തുടക്കം ഞാൻ പറഞ്ഞുതരാം. കഴിഞ്ഞ ഓഗസ്റ്റ് 2025 ഓഗസ്റ്റിൽ ഞാൻ ഈഗിൾ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്തു. അതായത് ഈ ചങ്ങാതിനെ ഈഗിൾ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവനെ റിവീൽ ചെയ്യുന്നത് മാത്രമല്ല, ഈ ടെലിഗ്രാം ഗ്രൂപ്പുകളിൽ നടക്കുന്ന കുറേ അധികം വൃത്തികെട്ട പരിപാടികളൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടെലിഗ്രാം ഗ്രൂപ്പിൽ നടക്കുന്ന വൃത്തികേടുകളെ കുറിച്ചിട്ട് ഹെലൻ 2022 കൊടുത്തൊരു കേസ് ഇപ്പോഴും ഒന്നും ആവാതെ അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അതിലൊക്കെ ഒരു കേസ് കൊടുത്ത് തീരുമാനമാക്കാൻ പറ്റും എന്നുള്ളതൊന്നും വലിയ ഹോപ്പൊന്നുമില്ല. ബട്ട് കേസ് കൊടുക്കണം, അതിൻ്റെ ഒരു രീതി അങ്ങനെയാണല്ലോ, നിയമവശം അങ്ങനെയാണ്. ഈഗിളും ആണെങ്കിലും കേസ് കൊടുത്ത് അങ്ങനെ തന്നെ നിയമപരമായിട്ട് മുന്നോട്ട് പോകുള്ളൂ. അല്ലാതെ ഇങ്ങനത്തെ സെപ്റ്റിക് ടാങ്കിലൊന്നും പോയിട്ട് ആരും കൈയിടില്ലല്ലോ. പിന്നെ സെപ്റ്റിക് ടാങ്ക് ആയിട്ട് നമ്മുടെ അടുത്തേക്ക് കൈയിടുമെന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുത്തി പൊട്ടിക്കുകയും ചെയ്യും. അതിൽ നിന്ന് മാറിയാലും നാറ്റാണ് സഹിക്കും നമ്മൾ. അത് വേറെ സീൻ. പിന്നെന്താ പറയുക, ഈ ഇരുട്ടത്തിരുന്ന് കാണാമറയത്തിരുന്ന് ഭീഷണിപ്പെടുത്തുന്ന പുണ്ടാളൊന്നും നേരിട്ട് വരില്ല എന്നുള്ളത് എത്രയോ കാലമായിട്ട് ഞാനിപ്പോൾ കണ്ടുപിടിച്ച പാഠമാണ്. നേരിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുത്തനായിട്ടുള്ള ചൊപ്പുണ്ടാവില്ല. ഇനി ചൊപ്പുള്ള ഒരുത്തൻ വന്നാൽ അത് നേരിടാനുള്ള ചങ്കൂറ്റൊക്കെ നമുക്കുണ്ട്. എന്താണെങ്കിലും ഇവിടെയാണ് തുടക്കം വരുന്നത്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഞാൻ ഇട്ടതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇവനും എൻ്റെ വോയിസിൽ അത് തന്നെയാണ് പറയുന്നത്. ആ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് ഞാൻ ഒന്നുകൂടി പ്ലേ ചെയ്യാം, അതിൻ്റെ കുറച്ച് പോർഷൻസ്. അവിടുന്ന് തുടങ്ങി ലാസ്റ്റിൽ അവൻ്റെ ഫോട്ടോയിൽ ഞാൻ എത്തിച്ചത്. അവൻ വിളിച്ച് ഞാൻ കാര്യം പറഞ്ഞിട്ടുണ്ട്. അവനിപ്പോൾ എന്നെ വിളിച്ച് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇപ്പോൾ അവരുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്ന് പറയണത് അവന് മാനസിക അസുഖമാണ്, അതുകൊണ്ട് വേറൊന്നും വിചാരിക്കരുതെന്ന്. അപ്പം ഞാൻ ചോദിച്ച്, മാനസിക അസുഖമാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റോ അതിൻ്റെ വേറെ എന്തെങ്കിലും ഡീറ്റെയിൽ കയ്യിലുണ്ടോ എന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു അങ്ങനെയല്ല, ഡോക്ടറെ ഒന്നും കാണിക്കുന്നില്ല, ഞങ്ങൾ തന്നെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന്. അവന് വട്ടുണ്ട്, അവർ വീട്ടുകാർ തന്നെയാണ് വട്ടിന് ട്രീറ്റ് ചെയ്യണതെന്ന്. മനസ്സിലായ? പിഴപ്പേട് കാണിക്കുന്ന ഏതൊരുത്തനെ പൊക്കുമ്പോഴും ഈസി ആയിട്ട് അവൻ്റെ ഭാഗം ന്യായീകരിക്കാൻ അവൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ പറയുന്ന ഒരു കാര്യമാണ് വട്ടാണ് എന്നുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. അതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിൻ്റെ പ്രൂഫ് വേണം. ഓക്കെ, ഇനിയിപ്പോൾ അല്ല, ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ഒരാളാണ്, അയാൾക്ക് മൊബൈൽ കൊടുക്കേണ്ട തീരുമാനിച്ചാൽ പോരെ. ഇപ്പോൾ കൊടുത്തു, മൊബൈൽ കൊടുത്താലും പാരൻസിനോ ഫ്രണ്ട്സിനോ അവരുടെ മോഡറേഷനിൽ കാര്യങ്ങൾ നടത്താൻ പറ്റണം. അല്ലെങ്കിൽ ഇങ്ങനത്തെ പിഴപ്പ് പിടിച്ച വട്ട്, അത് കണ്ടവൻ്റെ വീട്ടിൽ കയറി അവൻ്റെ ഭാര്യേനെയും അവൻ്റെ അമ്മേനെയും അവൻ്റെ പെങ്ങളെയും പുഴുത്തത് പറയുന്നതും അവരുടെ ഫോട്ടോ വീഡിയോ എടുത്തു കൊണ്ടുപോയിട്ട് വേറെ കുറേ രീതിയിലേക്ക് മാറ്റി അതിൽ നിന്ന് കണ്ട് ആഘോഷിച്ച് സന്തോഷിച്ച് അത് വിൽപ്പനയാക്കുന്ന ഒരു പ്രത്യേകതരം വട്ടാണെന്നുണ്ടെങ്കിൽ നാട്ടുകാരുടെ കയ്യിൽ ചൂടറിഞ്ഞാൽ തന്നെ ആ വട്ട് മാറുള്ളൂ. അങ്ങനെയല്ലേ? അങ്ങനെയാണ്. ഇങ്ങനെയൊക്കെ മക്കളെ ഉണ്ടാക്കി പറഞ്ഞേക്കാൻ നല്ല എന്താ പറയുമോ, ഇവൻ്റെ തന്തയ്ക്ക് അടിച്ച് പുറത്ത് കളഞ്ഞാൽ മതിയായിരുന്നു. അത്രേ പറയാനുള്ളൂ. ഇതെന്താ പറയുക, ഇത് ഞാൻ എഗെയിൻ ഈ പറഞ്ഞത് ഞാൻ അങ്ങനെ എടുത്തു വെച്ചിട്ട് എൻഡോസ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞതിനെ എൻഡോസ് ചെയ്തിട്ട് പറയുകയാണ്. ഈ എന്തെങ്കിലും വിഷയം ഉണ്ടാകുമ്പോൾ പിടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ പിടിച്ചവൻ്റെ പാരൻസും ഫ്രണ്ട്സും പറയുക, അയ്യോ അവന് മാനസികമായിട്ട് എന്തോ പ്രശ്നമാണ്. ഈ മാനസികമായിട്ട് പ്രശ്നമുള്ളവന്മാരെ എന്തിനടാ ഇങ്ങനെ മൊബൈലും കൊടുത്ത് സോഷ്യൽ മീഡിയയ്ക്ക് അഴിച്ചു വിടുന്നത് ബാക്കിയുള്ളവൻ്റെ ഫാമിലി കയറി കളിക്കാൻ? നിയമവശത്തിലൂടെ നോക്കിപ്പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ മാതിരി മഞ്ഞക്കാടും നീലക്കാടും ചുവന്നക്കാടൊക്കെ ഉള്ളവന്മാർക്ക് പ്രത്യേകിച്ച് നമുക്കൊന്നും അവരെ നിയമവശമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ധൈര്യം അവർക്കുണ്ട്. നിങ്ങളെ തോന്നലാണ്. പ്രത്യേകിച്ച് ഇവനുള്ള പണി എന്താ കിട്ടാൻ പോണറിയോ? ഇവനെ കയ്യും കാലും കെട്ടി ഇവനെ കൊണ്ടുപോയി ഇടും സെല്ലിൽ. ഏത് മാനസികാരോഗ്യ കേന്ദ്രത്തിൽ. പിന്നെ വീട്ടുകാരെ കൊണ്ട് നടക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ നമ്മൾ നോക്കുന്നുണ്ട്. പിടിച്ച് കൊണ്ടുപോയി ഇടും. ഇട്ടിട്ട് കാലാകാലം അവിടെ കിടക്കേണ്ടി വരും. പിന്നെ ഫോണും ഇല്ല, പുറം ലോകവും ഇല്ല. ഇനി അണക്ക് അങ്ങനെ അവിടെ കിടക്കണ അണക്ക് ചിലവ് വരാൻ എൻ്റെ വീട്ടുകാരെ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചിലവിനും തരും അണക്ക്. ഈ കിടക്ക് മനസ്സിലായോ? കുടുംബത്തിൽ കയറി കളിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ വട്ടാണ് ഭ്രാന്താണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല മക്കളെ. പ്രത്യേകിച്ച് ഇതേപോലെ കാണിക്കുന്ന പിഴപ്പേട് കാണിക്കുന്നവരുടെ തന്തയോടും തള്ളതിനോടോ പറയാനുള്ളത്, വാഴയ്ക്ക് തുളട്ടിവിടായിരുന്നല്ലോ ഇതിലൊന്നും നല്ലത്. ഇമ്മാതിരി സാധനത്തിന് ഉണ്ടാക്കി വിടുമ്പോൾ ഞാൻ പറയാൻ പറ്റില്ല, ഉണ്ടാക്കണ സമയത്ത് അറിയില്ല ഇതിങ്ങനെ മുതലാവും എന്നുള്ളത്. വളർന്നു വരുമ്പോഴാവില്ല ഇത് അവരെ ഉപദ്രവം സഹിക്കുക വയ്യാതെ പുറത്തിറക്കി വിട്ടതാവും. എനിക്കതാ തോന്നുന്നത്. വീട്ടുകാർ ഉപദ്രവം സഹിക്കുക വയ്യാണ്ട് ചിലപ്പോൾ വീട്ടിലുള്ള അമ്മേനെയും പെങ്ങളെയും വരെ പൊക്കി പോയിട്ടുണ്ടാവും. പന്നി. ജനിച്ചിട്ട് 10 മാസം പോലും പ്രായമാകാത്ത എൻ്റെ കുഞ്ഞിനും എൻ്റെ വൈഫിനും വന്നൊരു ത്രെഡ് മെസ്സേജാണ് നിങ്ങളെ ഞാനിപ്പോൾ ഇതുവരെ കേൾപ്പിച്ചത്. ഈ ഒരു മെസ്സേജിന് പുറകിൽ ഒരു സ്റ്റോറി ഉണ്ട്. ആ സ്റ്റോറി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
ഒരു 3-4 മാസം മുമ്പ് ഞാൻ ടെലഗ്രാമിലെ ഈ ഡീപ്പ് AI ഫേക്ക് വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ എക്സ്ട്രീം പോൺ വീഡിയോസ് ഷെയർ ചെയ്യുന്ന ഗ്രൂപ്പ്സിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ശരിക്കും പറഞ്ഞ ഈ വീഡിയോയിൽ നമ്മുടെ നാട്ടിലെ ചെറിയ കുട്ടികൾ തൊട്ട്, അതായത് നിങ്ങൾക്ക് ആരെയാണോ അങ്ങനെ കാണേണ്ടത്, നേക്കഡായിട്ട് കാണേണ്ടത്, അവരുടെ ഫോട്ടോസ് അവിടെ കൊണ്ടൊന്ന് അയച്ചു കൊടുത്താൽ അത് മാറ്റി പോസ്റ്റ് ചെയ്ത് എൻജോയ് ചെയ്യുന്ന സെക്ഷൽ പെർവേർട്ടുകളുടെ ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ എക്സ്പോസ് ചെയ്തതിന്റെ അന്ന് തൊട്ട് എനിക്ക് മൾട്ടിപ്പിൾ മെസ്സേജുകൾ വരാൻ തുടങ്ങി. ഇത് ഞാൻ എക്സ്പോസ് ചെയ്യുക മാത്രമല്ല ചെയ്തത്, ഞാൻ പകരം ഇത് എന്നെ കൊണ്ട് എനിക്കറിയാവുന്ന ആൾക്കാരുടെ ഫോട്ടോസ് അതിലുള്ളത് ആൾക്കാരെ എല്ലാം വെച്ചിട്ട് ഞാൻ സൈബറിലേക്ക് ഒരു പരാതിയും ഫോർവേഡ് ചെയ്തായിരുന്നു. ആ വീഡിയോ ചെയ്തതിന് ശേഷം എനിക്ക് വരാൻ തുടങ്ങിയിട്ട് എനിക്ക് കുറെ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് നിനക്ക് ഞങ്ങൾ ടെലഗ്രാം ഗ്രൂപ്പുകാരെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ടെലഗ്രാമിന് അതിന് ഐഡന്റിറ്റി കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിലല്ല നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ, നീ പറ്റുന്നത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് മൾട്ടിപ്പിൾ ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്ന് എനിക്ക് മെസ്സേജുകൾ വരാൻ തുടങ്ങി. സോ ഞാനിത് ആദ്യം വലുതായിട്ട് കാര്യമായിട്ട് എടുത്തില്ല. ഞാനിത് കാരണം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തു, നമുക്ക് അതിന്റെ പുറകെ പോകാനുള്ള ഇതില്ല, കാരണം എല്ലാം ഫേക്ക് അക്കൗണ്ട്സാണ്. അപ്പോൾ ഞാൻ ഈ ഒരു പർട്ടിക്കുലർ മാറ്ററിനെ പറ്റി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കുറെ ബുള്ളിങ് എനിക്ക് അന്ന് വന്നു തുടങ്ങിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു 3-4 മാസം മുമ്പ് നടക്കുന്ന സംഭവം. അത് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഒരു മാസം മുമ്പ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഒരു പെർട്ടിക്കുലർ അക്കൗണ്ട് എല്ലാ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ കമന്റ് സെക്ഷനിലും എന്റെ വീഡിയോസിലും എന്റെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിലും എല്ലാത്തിലും പോയി കമന്റ്സ് ഇടാൻ തുടങ്ങുന്നു. അതായത് എന്റെ വൈഫിനും വേറൊരു റെപ്യൂട്ടഡ് സ്ട്രീമറിനും തമ്മിൽ അവിഹിതമുണ്ട്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കമന്റ് ഇടാനേ തുടങ്ങി. അപ്പം ഒരു പെർട്ടിക്കുലർ ടൈം കഴിഞ്ഞപ്പോൾ എനിക്കും ആദ്യം ഞങ്ങളിത് ഓക്കെ ഇവൻ ഇന്ന് പറഞ്ഞ് അത് വിട്ടു എന്നുള്ള രീതിയിൽ നമ്മൾ ആദ്യം അവന്റെ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കി അങ്ങ് വിട്ട്. പിന്നെ ഇത് മൾട്ടിപ്പിൾ ആയിട്ട് ഇതിങ്ങനെ വരാൻ തുടങ്ങിയപ്പോഴത്തേക്കിന് എനിക്കും അവക്കും ഇത് ഡിസ്റ്റർബൻസ് ആയി തുടങ്ങി. സോ നമുക്ക് ഇവനെ കണ്ടുപിടിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോഴാണ് ഇവന്റെ പ്രൊഫൈൽ വഴി ഇവന്റെ ഒരു കൂട്ടുകാരനുമായിട്ട് നമുക്ക് കോണ്ടാക്ട് കിട്ടി. ഈ കോണ്ടാക്ട് കിട്ടിയ കൂട്ടുകാരനും എൻ്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പം അവൻ തന്നെ നമ്മുടെ അടുത്ത് പറഞ്ഞു, ബ്രോ ഇത് ഒരു വട്ടമല്ല മൾട്ടിപ്പിൾ ടൈംസ് ഇവന്റെ സൈഡിൽ നിന്ന് ഇതുണ്ടായിട്ടുണ്ട്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ കേസസ് ഇവന്റെ പേരിലുണ്ടെന്ന് പറഞ്ഞിട്ട് ഇതാക്കി. അങ്ങനെ അവന്റെ അച്ഛന്റെ നമ്പർ നമുക്ക് തന്നു. ഞാൻ പുള്ളിയെ വിളിച്ച് സംസാരിച്ചപ്പോൾ പുള്ളി ഞാൻ നോക്കട്ടെ ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തിട്ട് പോയി. പിന്നെ ഇവന്റെ നമ്പർ നമുക്ക് കിട്ടി. ഇവന്റെ നമ്പർ കിട്ടിയപ്പോൾ നമ്മൾ ഇവനെ വിളിച്ചപ്പം ഇവൻ ആദ്യം കുറ്റം സമ്മതിക്കാൻ ഇവൻ സമ്മതിക്കത്തില്ല, ഇവനാണ് ചെയ്തതെന്ന് ഇവൻ സമ്മതിക്കുന്നില്ല. പക്ഷെ കുറച്ചങ്ങോട്ട് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ ലീഗലി മൂവ് ചെയ്യുവാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കിന് അവൻ കുറ്റം സമ്മതിച്ച് അവൻ അന്നേരം എന്താ ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി. അവൻ ആർക്കോ വേണ്ടി കുറ്റം സമ്മതിക്കുന്നത് പോലെ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര ചാടിക്കേറി സംസാരിക്കുക, അങ്ങനത്തെ സാധനങ്ങളും എല്ലാം ആയിട്ട് ഇതെല്ലാം ഞാൻ വീഡിയോ ആയിട്ടൊരു പ്രൂഫായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു രീതിയിൽ സംസാരിച്ചപ്പോഴത്തേക്കിന് ഇവൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും ഈ ഒരു അഹങ്കാരം സ്റ്റാൻഡിൽ നിൽക്കുന്നത് കണ്ടപ്പം നമ്മൾ ഇവന്റെ തനിക്കുടം എടുത്ത് റിവീൽ ചെയ്തു. ഇത് ഈഗിൾ പറഞ്ഞ ബിൽഡപ്പ് ഇത് ശരിക്കും ഇതേ പ്രവർത്തികൾ ചെയ്യുന്ന, അതായത് കമന്റ് ബോക്സിനകത്തും പേഴ്സണൽ ഇൻബോക്സിലൊക്കെ പോയിട്ടും ടെലിഗ്രാമിൽ നിങ്ങളെ ഫോട്ടോസ് കൊണ്ടുപോയിട്ട് മോർഫ് ചെയ്യുന്നവന്മാരുടെയൊക്കെ സ്ഥിരം മോഡസാണ്, സ്ഥിരം പാറ്റേൺ. മനസ്സിലായോ? ഇതൊക്കെ വളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി വീട്ടുകാരെ നിർത്തിയതായിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഇവൻ എന്ത് രീതിയിൽ പൈസ ഉണ്ടാക്കി കൊടുത്താലും ഞങ്ങൾ തിന്നുന്നുള്ള മൂടുള്ള വീട്ടുകാർ. ഇപ്പോൾ ഈ ഈഗിൾ വിളിച്ചിട്ട് ഈ പരനാറിയുടെ അച്ഛനോട് സംസാരിച്ചു എന്ന് പറഞ്ഞു, അയാൾ ഫോണ് കട്ടാക്കി പോയി. 2 റീസൺ ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ മകനെ ആലോചിച്ചിട്ട് തന്ത എന്ത് ചെയ്തിട്ടുണ്ടാവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തടിച്ച് കളഞ്ഞാൽ മതി എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയതായിരിക്കാം, അല്ലെങ്കിൽ ബൈക്കിൻ്റെ സൈലൻസർ ഇട്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ച് പോയതായിരിക്കാം, അങ്ങനെ എന്തെങ്കിലും പോയതായിരിക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ എന്തിനാ എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾക്ക് ഇങ്ങനെയാണ് വരുമാനം വരുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇട്ടിട്ട് പോയതായിരിക്കാം. തന്തി ഇതിന് കൂട്ടുണ്ടാവും, കൂട്ടുകൃഷി അങ്ങനെ തന്തി അങ്ങനെയാവാം, ഏത് റീസണും ആവാം. ഇതൊക്കെ എന്താ പറയുക, നേരിട്ട് പോലീസ് ചേർക്കേണ്ട പരിപാടിയാണ്. പോലീസ് ഇതെന്താ പറയുക, നമ്മൾ അറ്റം വരെ പോയി വെക്കും. പോലീസുകാർ തീർക്കുന്നില്ല, പോലീസുകാരെ കൊണ്ട് തീർക്കാൻ പറ്റിയില്ല എന്ന് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എന്ത് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിക്കും. ഇപ്പോൾ ഈ വിഷയവും കൊണ്ട് ഈഗിളോ ഞാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പോലീസ് സ്റ്റേഷനിൽ, ഇപ്പോൾ അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ഹെലനാണ്. ഹെലൻ ആ മോർഫ് ചെയ്ത് അത്രയും ആ ലേഡിയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഹെലൻ ആ സ്ത്രീ സൈബർ സെല്ലിലേക്ക് സ്വന്തം മോർഫ് ചെയ്ത ഫോട്ടോ അയച്ചു കൊടുത്തിട്ട് അവരോട് പറയുക ഇങ്ങനൊരു സൈറ്റിൽ എൻ്റെ ഒരു മോർഫഡ് ഫോട്ടോ ഉണ്ട്. ആ ഗതികളൊന്നും ആലോചിച്ചു ഒരു ലേഡിയുടെ. അത് പറഞ്ഞിട്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ സൈറ്റും അവിടെ തന്നെ ഉണ്ട് കഥ. അപ്പോൾ പെണ്ണുങ്ങളെ അവസ്ഥയത്, ആണുങ്ങളെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാൽ പറയുക എന്താ പറയുക, നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ഉണ്ടാക്കിയിട്ടല്ലേ, എന്തിനാ അതിന് പോയേ, നാട്ടിൽ എന്തൊക്കെയോ നടക്കുന്നു, ഞങ്ങൾക്ക് നോക്കാനൊന്നുമില്ല പണി എന്നൊക്കെ പറഞ്ഞിട്ടാണ് സൈഡാക്കും. എന്തു പറയാനാ? പിന്നെ നമ്മുടെ നാട്ടിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഹാക്കിംഗ് ടൂൾസ് അടക്കമുള്ള എല്ലാ പരിപാടികളും ഉള്ളത് സൈബർ സെല്ലിൻ്റെ കയ്യിലാണ്. അവരെയുള്ള ടൂൾസോ അവരെയുള്ള
പുതിയ എന്തെങ്കിലും മോസ്റ്റ് മോഡേൺ ടെക്നോളജീസ് ഒന്നും വേറെ ആർക്കും കിട്ടാൻ വഴിയില്ല. ഇനി അങ്ങനെ തന്നെ ഉണ്ടെങ്കിൽ തന്നെ അങ്ങനെ ഒരു ഏജൻസീനെ അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രയും എക്സ്പെൻസീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ സൈബറിൽ ഒരു കേസ് കൊടുക്കുക. ആസ് എ ഇന്ത്യൻ പൗരൻ, നമ്മൾ ഈ നാട്ടിൽ ടാക്സ് അടച്ച് ജീവിക്കുന്ന മനുഷ്യരാണ്. നമുക്കും നമ്മളുടെ ഫാമിലിക്കുമുള്ള സെക്യൂരിറ്റി ഉറപ്പ് വരുത്തേണ്ട ഒരു സിസ്റ്റമാണ്. നമുക്കൊരു ത്രെട്ട് വരുമ്പോൾ, ഒരുത്തൻ നമ്മളെ ഭീഷണിപ്പെടുത്തുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ ഐഡൻറ്റിറ്റി എടുത്തു കൊണ്ടുപോയി, നമ്മുടെ മുഖം എടുത്തു കൊണ്ടുപോയിട്ട് അത് ഫേക്കായിട്ട് വേറെ വെച്ചൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് അതിൽ നിന്ന് അവൻ അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നു, അതൊരു വൾഗർ സാധനത്തിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഇതൊന്നും തടയാൻ ഈ നാട്ടിൽ നിയമമില്ല, അല്ലെങ്കിൽ നിയമപാലകർക്ക് പറ്റില്ല എന്നാണെന്നുണ്ടെങ്കിൽ എന്ത് ഗതികളാണെന്ന് ആലോചിച്ച് നോക്ക്. ഇതിപ്പോൾ ഈഗിൾ ഇറങ്ങി തിരിച്ച് ഈഗിളിൻ്റെതായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ആ ഒരു വഴി പോയിട്ടാണ് അവനെ കണ്ടുപിടിക്കേണ്ട അവസ്ഥ വന്നത്. കേസ് കൊടുത്ത് ഇവിടെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല, മനസ്സിലായേ? ചെയ്യുമായിരിക്കും ഏതെങ്കിലും ഒരു ബിഗ് ഷോട്ട്സിൻ്റെയോ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരത്തോ അങ്ങനെ പണക്കാരത്തൊക്കെ ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ സ്വന്തം പോലീസുകാരെ വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ ചെയ്യുമായിരിക്കും. നമ്മളൊരു ഒരു ഇൻഫ്ലുവൻസറാണ്, കോണ്ടൻറ് ക്രിയേറ്ററാണ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സാധനമാണെന്ന് പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിലാന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ടല്ലേ അപ്പോൾ അതൊക്കെ എക്സ്പെക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇത്രയും ഗതികെട്ട സിസ്റ്റമാണ് നമ്മുടെ നാട്ടിലുള്ളത്. മക്കളെ ബാക്കി കേൾക്കാം. റിവീൽ ചെയ്തപ്പം ഇവന്റെ ഫോട്ടോയും ഇവന്റെ ഐഡന്റിറ്റിയും ബാക്കി കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്തപ്പോഴത്തേക്കിന് ഇവന് ഈ പരിപാടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇവന്റെ നാട്ടിൽ വെച്ച് പറ്റുന്നില്ല. അങ്ങനെ ഈ പാലക്കാട് ഉണ്ടായിരുന്ന ഇവൻ നേരെ ട്രിവാൻഡ്രത്തോട്ട് മൂവ് ചെയ്ത്. ട്രിവാൻഡ്രത്താണ് ഇപ്പൊ ഇവൻ കറന്റ്ലി ഉള്ളത്. ഇവന്റെ പേരിൽ ട്രിവാൻഡ്രത്തും കുറെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്, ഒന്നാമത്തെ കാര്യം. ആൻഡ് ഇതായിരുന്നു ഈ ഒരു റിവെൻ സ്റ്റോറിയുടെ സ്റ്റാർട്ട്. അതായത് നമ്മൾ ഇവനൊരു പോക്രിത്തരം കാണിച്ചത് നമ്മൾ റിവീൽ ചെയ്തതാണ് നമ്മൾ ചെയ്ത തെറ്റ്. അതായത് ഞാൻ ഇപ്പൊ ചെയ്ത് വെക്കുന്ന തെറ്റ്. അതിൽ ഞാൻ എന്താ ഇപ്പൊ ട്രിഗർ ആയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഫോട്ടോ ഞാനന്ന് പോസ്റ്റ് ചെയ്ത സമയത്ത് സീക്രട്ട് ഏജന്റ് അതിനെ എടുത്ത് വീഡിയോ ചെയ്ത സമയത്ത് വീഡിയോയിൽ അവനെ മാനസിക രോഗി എന്ന് വിളിച്ചതാണ് അവന് ട്രിഗർ ആയത്. അതുകൊണ്ടാണ് അവനിപ്പോൾ അതിന്റെ റിവെഞ്ചാണ് എന്നോട് തീർക്കാനുള്ളത്, അതെന്റെ കുഞ്ഞിന്റെ വൈഫിന്റെ നേരെ കൊണ്ടുവരുമെന്നാണ് അവൻ കോൺഫിഡന്റ് ആയിട്ട് അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ പറഞ്ഞു എന്നുള്ള ഒരു രീതിയിൽ തൊട്ട് തുടങ്ങിയതാണ്. ഇതുവരെ ഞാൻ അവനോട് ചോദിച്ചപ്പോൾ അതല്ലാതെ അവന് വേറെ ഒരു പേഴ്സണൽ വെഞ്ചനൻസ് എന്നോട് വരാൻ വേണ്ടിയിട്ട് ഇതിന് ഫസ്റ്റ് ഇൻസിഡന്റിനും അതിന്റെ മുമ്പത്തെ ഒന്നും അവന് ഞാനുമായിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതായിരുന്നു എല്ലാത്തിന്റെയും സ്റ്റാർട്ട്. സോ ഇപ്പം ഈ ഒരു സാധനം നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച് ഇവനാണ് എന്നുള്ള ഒരു കാര്യത്തിൽ കൺഫർമേഷൻ വന്ന സമയത്ത് ഇവനെ നമ്മൾ വീഡിയോ കോൾ വരെ ഞാൻ ഇവനെ കൊണ്ട് കോൾ എടുപ്പിച്ച് ഇവന്റെ എല്ലാ പ്രൂഫും ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇത് ഞാൻ വെറുതെ ഗൈസ് എല്ലാ വട്ടം കുറെ വട്ടം നമ്മൾ ഇങ്ങനത്തെ കുറെ ആൾക്കാരെ വെറുതെ വിട്ടിട്ടുണ്ട്. വെറുതെ ഒന്നും പറയാതെയും ഒന്നും ഇതാക്കാതെയും വെറുതെ വിട്ടിട്ടുണ്ട്. പക്ഷെ ഈ വട്ടം അങ്ങനെ ആയിരിക്കത്തില്ലത്. ഈ വട്ടം ഞാൻ ഇൻക്ലൂഡിങ് ഒരു ബഞ്ച് ഓഫ് ഒരു ലിസ്റ്റ് ഓഫ് ടെലഗ്രാം ഗ്രൂപ്പ്സിന്റെ ലിങ്കും എല്ലാം ഓൾറെഡി ഞാൻ എല്ലാം ഫോർവേഡ് ചെയ്ത് എല്ലാം ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ പോലെ തന്നെ ഇത് വധഭീഷണി അടക്കം ഞാൻ എല്ലാത്തിനും ഇതിനൊരു കേസ് ഫയൽ ചെയ്ത് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഈ വട്ടം ഞാൻ ഇതിനകത്ത് വെറുതെ വിടാൻ പോകുന്നില്ല. പിന്നെ ഞാൻ ഒരു കാര്യം എനിക്ക് ഇപ്പോഴും ഉറപ്പാണ്, അവനോടൊന്ന് ക്ഷമിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞ് അവനെ ന്യായീകരിക്കുന്ന ആൾക്കാർ വരെ ഈ കമന്റ് സെക്ഷനിൽ ഉണ്ടാവും എന്ന് എനിക്ക് 100% ഉറപ്പാണ്. നിനക്കൊക്കെ വേണ്ടപ്പെട്ടവർക്കും നിനക്കൊക്കെ വേണ്ടുന്ന ആൾക്കാർക്കും ഈ ഒരു സിറ്റുവേഷൻ വരുന്നത് വരെ നിങ്ങൾക്ക് ആർക്കും അതൊന്നും അത്രയ്ക്ക് സീരിയസ് ആയിട്ട് വരത്തില്ല. പിന്നെ നിങ്ങൾക്കൊക്കെ ഒരു വിചാരം ഉണ്ടെങ്കിൽ, അതായത് നീയൊക്കെ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അല്ലെങ്കിൽ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഈ ഒരു ഇതിലൊക്കെ വരുന്നതുകൊണ്ടല്ലേ നിന്റെയൊക്കെ ഇതൊക്കെ ഇടുന്നതെന്ന്, വെറും തെറ്റിദ്ധാരണയാണ്. നിന്റെയൊക്കെ ഏതൊക്കെ വീട്ടിലുള്ളവന്മാര് സ്വന്തം ഇതുവരെ ഒരു സോഷ്യൽ മീഡിയയിൽ പോലും അപ്ലോഡ് ചെയ്യാത്ത ഫോട്ടോ ഇതെന്റെ അമ്മയാണ് ഇതെന്റെ പെങ്ങളാണെന്ന് പറഞ്ഞ് ആ ഗ്രൂപ്പിനകത്ത് പോസ്റ്റ് ചെയ്ത് DPI വെച്ചിട്ട് അതിന്റെ നേക്കഡ് വീഡിയോയ്ക്കും ഫോട്ടോയ്ക്കും വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്ന പിള്ളേരുള്ള ഗ്രൂപ്പ് ഇവിടെ ഉണ്ട്. ഇത് ഞാൻ എല്ലാ ഡീറ്റെയിൽസും എല്ലാ തെളിവുമായിട്ട് ഞാൻ സൈബറിലും ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെയൊക്കെ വിചാരം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ് മാത്രമാണ് ഇങ്ങനെ വരുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ വെറും തെറ്റാണ്. അങ്ങനെയല്ല. ഇത് അയച്ചു കൊടുക്കാൻ, ഇത് നമ്മുടെ കൂട്ടത്തിൽ ആരാണ് ഇത്രയും സെക്ഷലി ഫ്രസ്ട്രേറ്റഡ് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഞാൻ അവനെ എൻ്റെ വീഡിയോയിൽ മാനസിക രോഗി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഞാൻ തിരുത്തുന്നു. അത് ഞാൻ മാറ്റിയിട്ട് പറയാണ്, കഴപ്പ് മൂത്ത ഒരു കാമഭ്രാന്തൻ. ഇതവൻ കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനോടാണ് പറയുന്നത്, എൻ്റെ വീട്ടിൽ പോലെ എൻ്റെ കഴപ്പ് പേർക്ക് ഒരു 10-13 ഞാൻ നല്ല തീറ്റ കൊടുത്ത് വളർത്തുന്നുണ്ട്. എൻ്റെ അണ്ടിയും പൂടിയും പടപ്പൊക്കെ ഓരി തീർത്തോളും. മലപ്പുറത്ത് വന്നാൽ മതി, ചെക്കന്മാർക്ക് പണിയാക്കി കൊണ്ട്. ഇനി എനിക്ക് അത് പറ്റണില്ല എന്നുണ്ടെങ്കിൽ 2-3 സാധനങ്ങൾ ഇന്ത്യയിലുണ്ട്, അതുകൊണ്ട് ഞാനത് തീർത്തരാണ് എൻ്റെ കഴപ്പ്. ഓക്കെ.
അതൊരു സൈഡ്. പിന്നെ ഈഗിളിൻ്റെ ഫാമിലി തൊട്ട് കളിക്കാനാണെന്നുണ്ടെങ്കിൽ അതും മോനെ വച്ചു കണക്ക് വെറും തോന്നലാണ്. ഈഗിളിൻ്റെ ഫാമിലിയിൽ അങ്ങോട്ട് കയറി കളിക്കുക എന്നുള്ളത് ഇങ്ങനെയാണെങ്കിൽ അണക്കിട്ട് പണി. മനസ്സിലായോ? അത് ആദ്യം നിയമപരമായിട്ട് ആദ്യം വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ ഇവിടെ നിയമത്തിൻ്റെ വഴിക്ക് അതിൻ്റെ എല്ലാ വേറെ ബോട്ട്സും ഡീറ്റെയിൽസും കൊണ്ടുപോയി കൊടുക്കാൻ ഞാൻ എല്ലാ ഹെൽപ്പും ഈ വിഷയത്തിൽ ഞാൻ എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ഈഗിളിനെ ചെയ്യും. ഓക്കെ, ഈഗിളിനോട് ഞാൻ ഓൾറെഡി വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, എന്നാൽ കഴിയുന്ന എന്ത് ഹെൽപ്പും, അത് രാഷ്ട്രീയക്കാർ വഴിയാണെന്നുണ്ടെങ്കിലും പോലീസുകാർക്ക് പ്രഷർ ഇടാനാണെന്നുണ്ടെങ്കിലും എന്ത് പരിപാടിയും ചെയ്യും. ഇവനൊന്ന് നേർവഴിക്ക് പോകണം. നമ്മൾ ആരും മറ്റേ പരിപാടിക്കൊന്നും പോകുന്നില്ല. ഏത് തല്ലാനോ പിടിക്കാനോ അടിക്കാനോ വെട്ടാനോ കുത്താനോ ഒന്നും നമ്മൾ പോകുന്നില്ല. ആകെ ചെയ്യാൻ പോണ പരിപാടി ഇവനെ പൊക്കും. പോലീസ് തന്നെ ഇവനെ പൊക്കും, പോലീസിനെ വെച്ച് തന്നെ പൊക്കിക്കും. ഇവനെ കൊണ്ടുപോയി വല്ല ഈ പറഞ്ഞ മാനസികാരോഗ്യ കേന്ദ്രത്തിലിടും. നന്നാക്കാൻ പറ്റുമോ നമ്മൾ നോക്കും. അതല്ലേ പറ്റൂ. നമ്മളങ്ങനെ മാതൃകാരമായിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് നമ്മൾ ചെയ്യും. ഈ പോലീസോ ബാക്കിയുള്ള ആൾക്കാരോ നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുന്നില്ല. ഹെൽപ്പ് ചെയ്യേണ്ട സിറ്റുവേഷനിലേക്ക് പ്രഷർ ഇടാൻ നമുക്കറിയാം. സിസ്റ്റത്തിന് മുകളിൽ നമ്മുടെയൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇടും. കുറേ കാലമായാലും ഈ പരിപാടി തുടങ്ങിയിട്ട് അത്യാവശ്യം ആൾക്കാർക്ക് നമുക്കും പരിചയം കാണുമല്ലോ. പിന്നെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഈഗിൾ പറഞ്ഞ പോലെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് നീയൊക്കെ ഇങ്ങനെ വന്നിരുന്നിട്ടല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾക്ക് എന്ത് പ്രൈവസി ഉള്ളത്? നിങ്ങൾക്ക് എന്ത് പ്രൈവസി ഉള്ളത്? ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ ഒരു സെലിബ്രിറ്റിക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ഒരാൾക്കോ മാത്രമാണോ പ്രൈവസി പോയിട്ടുള്ളത്? നിങ്ങൾക്കും പ്രൈവസി ഇല്ല. ഒരു ബസ് കയറി വെക്കുക, അവിടെ CCTV ഉണ്ട്. ഒരു ഹോട്ടലിൽ കയറി വെക്ക്, ഒരു ATM കയറി വെക്ക്. നിങ്ങൾ എവിടെ പോയി എല്ലായിടത്തും CCTV ഉണ്ട്. CCTV ഇല്ലാത്ത സ്ഥലം എവിടെയുള്ളത്? ഇതൊക്കെ ഹാക്ക് ചെയ്യാൻ അത്യാവശ്യം ഇങ്ങനത്തെയൊക്കെ കുൽസിത പരിപാടി ഈ പറഞ്ഞ ടെലിഗ്രാമിൽ കിടന്നിട്ട് കണ്ടവൻ്റെ ഈ സ്വന്തം വീട്ടിലെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങളും അതിലോട്ട് ആണുങ്ങളും സേഫല്ല. ഇതൊക്കെ വെട്ടി ഒട്ടിച്ച് മുറിച്ച് കൂട്ടി ഉണ്ടാക്കാൻ അറിയുന്ന ഒരുത്തരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓൻ ഈസി ആയിട്ട് ഈ പബ്ലിക്കിൽ കിടക്കുന്ന എല്ലാ CCTV എന്ത് ചെയ്യാം, ഹാക്ക് ചെയ്ത് ഓന് ആവശ്യമുള്ള ഡാറ്റ ഇത്രയും ദിവസം ബാക്കപ്പുള്ള ഡാറ്റയൊക്കെ എടുത്ത് പോയിട്ട് ഓന് ആവശ്യമുള്ളവരുടെ അറ്റവും തലയും വാലും കൂട്ടി മുട്ടിച്ച് കുഞ്ഞി ഉണ്ടാക്കിയിട്ട് പോകാനൊക്കെ. ഇപ്പം അടുത്ത് തിയേറ്ററിൽ നിന്ന് CCTV ലീക്കായി എന്നുള്ളൊരു ന്യൂസ് ഞാൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോ. അപ്പം പിന്നെ നിങ്ങളൊക്കെ എന്ത് സേഫ്റ്റി എന്നാണ് ഞാൻ ആലോചിച്ച് നോക്കുന്നത്. ഇപ്പം എൻ്റെ ഇതിൽ കാറിൽ ഡാഷ് ക്യാമുണ്ട്. ക്യാമാണ് മുന്നിൽ നിൽക്കുന്നവനും മുന്നിൽ കൂടി പോകണവനൊക്കെ കിട്ടും. അപ്പോൾ ആരും ഇവിടെ എന്തല്ല, ആരുടെയും പ്രൈവസി ഇവിടെ സേഫ് അല്ല. എല്ലാവരും എക്സ്പോസ്ഡാണ്. ഓക്കെ, പിന്നെ ഇങ്ങനത്തെ കഴപ്പ് മൂത്തവന്മാർക്ക് ഒരു കംപ്ലീറ്റ് ഫോട്ടോ കാണണമെന്നുള്ള അറ്റവും മൂല്യം കണ്ടാൽ മതിയാവും. ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു ഫോട്ടോയുടെ പകുതി ചരണ്ടിയിട്ടോ മുഖം വെട്ടിയിട്ടോ ഒക്കെ അവന്മാർ എടുത്തിട്ട് ഈ സാധനം അവന്മാരെ കഴപ്പ് തീർക്കും. മനസ്സിലായില്ലേ? ഇങ്ങനത്തെ തെണ്ടി പരനാറികളെ സിസ്റ്റത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യാൻ ശരിക്കും നിങ്ങൾ ഞങ്ങളെ സഹായിക്കാൻ വേണ്ട. വേണ്ട, നിങ്ങൾ നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണ്ട നമ്മൾ ചെയ്യുന്ന പരിപാടിക്ക്. അതിന് പകരം നമ്മളെ അടുത്ത് വന്നിട്ട് 100 ചോദ്യം ചോദിക്കരുത്. നാളെ എൻ്റെ വീട്ടിൽ കയറില്ല അല്ലെങ്കിൽ നിങ്ങൾ സേഫാന്നുള്ളൊരു തോന്നലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ല. ഓക്കെ, തോന്നൽ മാത്രമാണ്. അപ്പോൾ ഈ ഈഗിളിൻ്റെ വിഷയം ഉണ്ടാക്കി ഈ പുന്നാര മോൻ ഇപ്പോൾ എൻ്റെ വീഡിയോ ഡെഫിനറ്റ്ലി കാണുന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനിവനെ മാനസിക രോഗിയെന്ന് വിളിച്ച ദേഷ്യം കൊണ്ട് ഇവൻ റിവെഞ്ചിന് ഈഗിളിൻ്റെ ഇവൻ അത് ആലോചിക്കും. എന്താ പറയുക, എൻ്റെ അടുത്ത് റിവെഞ്ചില്ല, ഞാനാണല്ലോ ഇവനെ മാനസിക രോഗിയെന്ന് വിളിച്ചത്. ഇവ എൻ്റെ അടുത്തേക്ക് വരാത്തത്. ഓടാ പക്ല, അത്രേ പറയാനുള്ളൂ. അപ്പോൾ ഓക്കെ ഗൈസ്, വിഷയം വേറെ ഒന്നുമില്ല. ഈഗിളത് നിയമപരമായിട്ട് തന്നെ വളരെ മാതൃകാപരമായിട്ട് തന്നെ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകും. ഈഗിളിന് എല്ലാ ഹെൽപ്പ്, എന്നാൽ കഴിയുന്ന എല്ലാ ഹെൽപ്പും ഞാൻ ആ പരിപാടിയിൽ ചെയ്യും. എന്നിട്ട് ഇവനെ കിട്ടുന്ന ദിവസം ഇവൻ ഐ വിൽ മേക്ക് ഷുവർ ഞാൻ ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഞാനും ഇവനൊന്ന് കാണിക്കും. പിന്നെ മോനെ കുട്ട, ഈഗിളിൻ്റെ സ്റ്റോറിയിലൊക്കെ വന്നതുകൊണ്ടും ഇപ്പോൾ എൻ്റെ വീഡിയോയിലൊക്കെ എൻ്റെ ഫീച്ചർ ആയതുകൊണ്ട് നീ ഇതുവരെ ഇട്ട് നടക്കുന്ന മാസ്ക് ഉണ്ടല്ലോ, അതിന് ഫുള്ളായിട്ടാണ് ഇട്ടോ. നല്ല പറുതിയും മേടിച്ച് നടന്നതാണ്. നാട്ടുകാർക്കൊക്കെ എന്നെ മനസ്സിലാവും. എൻ്റെ കഴപ്പം അവിടെ തീരും. ഇവ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ട കാര്യമൊന്നും വരില്ല, റൂമിൻ്റെ അകത്ത് ഇരിക്കേണ്ടി വരും. നന്നാവാൻ പറ്റുമെങ്കിൽ നന്നാവും. തന്തയ്ക്കും തള്ളയ്ക്കും എന്തിനാ കേൾപ്പിക്കുന്നത്? അതോ ഇനി ഇതൊക്കെ കേൾക്കുമ്പോൾ തന്തയ്ക്കും തള്ളയ്ക്കും സന്തോഷമാവും. ഞങ്ങളെ കഴപ്പ് മൊത്തം മോനെ ഞങ്ങൾക്കോ നന്നാക്കാൻ പറ്റിയില്ല, വേറെയുള്ളവന്മാരെ നന്നാക്കാൻ ഇറങ്ങിയെന്നുള്ളൂ. അങ്ങനെയും ചിലപ്പോൾ തോന്നുമായിരിക്കും, പറയാൻ പറ്റില്ല. എന്താണെങ്കിലും നന്നായാവനാണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടുത്തെ നിയമം നിന്നെ നന്നാക്കും. ഞങ്ങളാരും ഒന്നും ചെയ്യുന്നില്ല, നിയമം നന്നാക്കുന്നില്ല. ഓക്കെ, നിയമത്തിന് വിട്ടുകൊടുക്കും, നിയമം നന്നാക്കിക്കോളും. അപ്പോൾ ഓക്കെടാ.